നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് പൈൻ മരം വെച്ചിട്ട് അവർ കത്തിക്കണാണ്. അവർ രാവിലെ തന്നെ ഒരു ആരാധന നടത്തണാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് വെറുതെ ഇറങ്ങി നടന്നു. ഇന്ന് അക്ലമറ്റൈസേഷൻ ഡേ ആണ്. അറ്റത്ത് കണ്ടില്ലേ ഒരു മൗണ്ടൻ, അതാണ് ലോഡ്സെ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ നടക്കുകയാണ്. ഡിംബോച്ചയിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറമൊക്കെ തിരിച്ച് കൃഷി സ്ഥലങ്ങളാണ് മൊത്തം. എന്തായാലും വേറെ ഇന്ന് വലിയ പരിപാടികളൊന്നുമില്ല. നമ്മളുടെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി അലക്കി എല്ലാം അങ്ങനെ ചെയ്തു. ആ കാണുന്ന ആ ക്വാർട്ടേഴ്സിലാണ് കേട്ടോ നമ്മൾ താമസിച്ചത്. അത്യാവശ്യം വലുതാണ്, നല്ല സൗകര്യമുള്ളൊരു ക്വാർട്ടേഴ്സായിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് എന്തായാലും. പിന്നെ അങ്ങോട്ട് വെറുതെ നടന്നു. ഞങ്ങൾ ആ സമയത്ത് അവിടെ കാണുന്ന ചില ടീ ഹൗസിൽ കയറി. അവിടെ ഇൻ്റർനെറ്റ് 250 രൂപയ്ക്ക് ഇൻ്റർനെറ്റ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അവിടെ ഒരു ചായയും കുടിച്ചു. ചായക്കാണ് 250, ഇൻ്റർനെറ്റ് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ തന്നെ ടീ ഹൗസാണ്, എല്ലാം തന്നെ ടീ ഹൗസാണ്. ഈ കാണുന്നത് കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ യാക്കിൻ്റെ അപ്പിയാണിത്. ഇത് ഉണക്കിയിട്ടാണ് അവർ തീ കത്തിക്കണത്. തീ കായണയൊക്കെ ഇത് ഉണക്കിയിട്ടാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ വെറുതെ നടന്നു, മുന്നോട്ട് തന്നെ നടന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആ ഭാഗത്ത് തന്നെ പല മൗണ്ടൻസും ഞങ്ങൾ കണ്ടു. ലെബൂച്ചെ പീക്ക്, ഐലൻഡ് പീക്ക്, പിന്നെ ലോഡ്സെ, അങ്ങനെ പലതും ഈ ഡിംബോച്ചയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് മൗണ്ടൻസ് ഒരുപാടുണ്ട്. കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, അതാണ് വേറൊരു മൗണ്ടൻ. അതിൻ്റെ പേരറിയില്ല, പക്ഷേ അത് മൂടി നിൽക്കണതാണ് ഇപ്പോൾ. എന്തായാലും ഞങ്ങൾ ഏകദേശം 6:30 മണിയായി. 6:30 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ സമയം 7 അടുക്കുന്നു. എന്തായാലും ഞങ്ങൾ ഇതിൽ കൂടെ കൃഷി സ്ഥലങ്ങളൊക്കെ നോക്കി. ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ വെറുതെ നടന്നാണ് ഞങ്ങൾ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്ത് ഫുള്ള് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷികൾ തന്നെയാണ്. എന്തായാലും അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൗണ്ടൻസ് എന്തായാലും കാണാം. നമുക്ക് ഇതേ കണ്ടില്ലേ, ആ അറ്റത്ത് കുറച്ച് മൗണ്ടൻസ് ഉണ്ട്. ഈ കാണുന്ന മൗണ്ടനിൽ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൗണ്ടൻ്റെ പേരാണ് കോംതെ എന്ന് പറഞ്ഞ മൗണ്ടൻ. അത് നാംചേൻ്റെ അടുത്തായിട്ട് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ മൗണ്ടൻ അത് നാംചേൻ്റെ അടുത്തായിട്ട് വരും. അത് സിമ്പിളാണ്, കുറച്ച് സിമ്പിളാണ് കയറാൻ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഐലൻഡ് പീക്ക് എന്ന് പറഞ്ഞിട്ട്. ഐലൻഡ് പീക്ക്, അതായത് അതിന് പേര് വരാൻ ഒരു കാരണമുണ്ട്. 1951 ഈ വഴി പോയ ബ്രിട്ടീഷ് മൗണ്ടനേഴ്സ്, ഇംഗ്ലീഷുകാർ, അവരിവിടെ നിന്ന് നോക്കിയപ്പോൾ അതൊരു സീൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പാർട്ട് മാത്രമായിട്ട് തോന്നി ഈ മൗണ്ടൻസ് കണ്ടപ്പോൾ. അപ്പോൾ അന്ന് അവർ വിളിച്ചതാണ് ഐലൻഡ് പീക്ക് എന്ന്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് ഇംജാച്ചെ എന്നുള്ള ഒരു പേരായിരുന്നു. അവരുടെ ഭാഷയിൽ ഇംജാച്ചെ എന്ന് പറഞ്ഞൊരു പേരായിരുന്നു. അത് പിന്നീട് 50 വർഷത്തിന് ശേഷം അത് വീണ്ടും ഐലൻഡ് പീക്ക് എന്ന് തന്നെ പേരിൽ അറിയപ്പെട്ടു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം. രാവിലെ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ് ഈ പ്രദേശങ്ങൾ കാണാൻ. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും വലിയ നമുക്കൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള വെയിലല്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം. നല്ല ഭംഗിയാണ്. ഈ കാണുന്നത് ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയിട്ടുള്ളൊരു വ്യൂ ആണ്. നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആവശ്യത്തിന് നല്ല തണുപ്പും ഇവിടെ കിട്ടുന്നുണ്ട്. വെയിലൊക്കെ മാറി അന്തരീക്ഷമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം 4000-ന് മേലെ, അതായത് ഏകദേശം 4140 മീറ്റർ ഹൈറ്റിലാണ്. ഇവിടെ കുറച്ച് സ്തൂപങ്ങളൊക്കെ കാണാം. അവരതിനനുസരിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നൊരു സ്ഥലമായിരിക്കാം. നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് എല്ലാവരും അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ഗോൾഡൻ വ്യൂ അവിടെ. അത് കണ്ട് അതായത് നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അത്രയും ഭംഗിയുള്ളൊരു വ്യൂ ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നാണ് നമ്മളുടെ കൂടെ ഉള്ള അഞ്ജലിയുടെ ബർത്ത്ഡേ. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി ആളുകൾ കേക്ക് മുറിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്തു.
അപ്പോൾ ഞാനുള്ളത് ഡിംബോച്ചയിലാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ലെബോച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം 8 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ ഉള്ളത് ആദ്യം 1 തുടങ്ങി ഇപ്പോൾ 18 പേരോളമുണ്ട് ഗ്രൂപ്പിൽ. എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. വെദർ ഈസ് ഓക്കെ. സൺസ്ക്രീമൊക്കെ തേച്ച് നന്നായിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്സിജൻ ചെക്ക് ചെയ്തു, വലിയ വിഷയമില്ല. അപ്പോൾ മാക്സിമം വെള്ളം കുടിക്കണം. 80 എൻ്റെ ഓക്സിജൻ്റെ ലെവൽ. അത് കുറച്ചും കൂടി ഉയരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 83 തന്നെ വേണം. അപ്പോൾ വെള്ളം പോകുന്ന വഴിക്ക് മാക്സിമം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ കുടിക്കുന്നതാണ്. ഞങ്ങളപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പോണ വഴിക്ക് മഞ്ഞുമലകളൊക്കെ കാണാം. കയറ്റം കയറി പോകണം, അങ്ങോട്ട് കയറണം. അതാണ് നമ്മുടെ ടാസ്ക്. എല്ലാവർക്കും ചുമയാണ് കേട്ടോ, കൂടെയുള്ള ആളുകൾക്കൊക്കെ ചുമയാണ്. എന്തായാലും നമുക്ക് കയറ്റം കയറാം. അപ്പോൾ കയറ്റം കയറിയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കയറ്റം ഇറങ്ങി, വേണ്ട അടിപൊളിയല്ലേ. ഇതിപ്പോൾ നമ്മൾ ലൈനായിട്ട് ഇങ്ങനെ പോകണമെന്നാണ് പലരുടെയും അഭിപ്രായം. അതുകൊണ്ട് അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ ലൈനായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിംബോച്ചയിൽ നിന്ന് ലെബൂച്ചയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മണിക്കൂറാണ് ട്രക്ക് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറും തോറും നമുക്ക് ഓക്സിജൻ്റെ അളവ്, അതായത് നമുക്ക് ശ്വാസം എടുക്കാനുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തായാലും വരും. അപ്പോൾ പല ആളുകളും ഇപ്പോൾ സമദ് അതുപോലെ എല്ലാവരും തന്നെ അത്യാവശ്യം ചുമച്ചിട്ട് തന്നെയാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ അനസിൻ്റെ വായിന്ന് ലാസ്റ്റ് ബ്ലഡ് വരെ പോലും ചെയ്ത്, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും തന്നെ ചുമയുണ്ട്. അപ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് എത്താമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ നല്ല വ്യൂ കണ്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ നല്ല സന്തോഷത്തിലുമാണ്. ചുമയൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. പുതിയ പുതിയ കാഴ്ചകളാണ് മുന്നോട്ട് പോകുന്തോറും നമ്മളെ തേടിയെത്തണത്. അവസാനം നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ, ഈ ഡിംബോച്ചേൻ്റെ ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ സ്തൂപത്തിൻ്റെ അടുത്ത് നമ്മൾ ബാഗൊക്കെ വെച്ചു. അതുപോലെ ജാക്കറ്റുകൾ എല്ലാവരും തന്നെ അഴിച്ചു. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് വേർപ്പുള്ളതുകൊണ്ട് ജാക്കറ്റുകൾ അഴിച്ചു. എങ്ങനെയാണ് സിറ്റുവേഷൻ ഇപ്പോൾ? സിറ്റുവേഷൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് മൂക്കുന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. റെസ്റ്റ് ചെയ്ത് പോവാ. റെസ്റ്റ് ചെയ്ത് തന്നെ പോണ്. സമതിന് പിന്നെ കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ശ്വാസത്തിൻ്റെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇതിപ്പോൾ ഇന്നത്തെ യാത്ര വലിയൊരു ഇഷ്യൂ ഇല്ല. കാരണം 8 മണിക്കൂർ യാത്ര ചെയ്യണം. നമുക്കാകെ മുമ്പിലുള്ള ഇഷ്യൂ ഈ സൺലൈറ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ദേഹത്ത് പാടുകൾ വരും. ആ ഒരു പ്രകാശത്തിന്റെ ശരീരത്തിൽ അപ്പോൾ അത് മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള ഒരു ടാസ്ക്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആ കാണുന്നതാണ് കേട്ടോ അമഡാബ്ലം. അത് അമ്മയും കുഞ്ഞും എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അതിനെ അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ കാണുന്ന മൗണ്ടൻസ്, അതിൻ്റെ ചേർന്ന് തന്നെ ഒരു മഞ്ഞ് ഉരുകി വീണ് അല്ലെങ്കിൽ അവലാഞ്ച് വന്ന് അതിൽ കൂടെ ഒരു മഞ്ഞ് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പല ആളുകളും പോകുന്ന വഴിക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പോലും പോകുന്ന വഴി മൊത്തം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇന്നത്തെ? എക്സ്പീരിയൻസ് അല്ല, നെഗറ്റീവ് പറയാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം നമ്മൾ ട്രക്ക് ചെയ്ത ഒരു 3-4 ദിവസമായിട്ട് എല്ലാം നോക്കിയാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, അത് നമുക്കറിയാം. ഇതുപോലത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ചെല്ലുമ്പോൾ ചുമയും ചെറിയ തലവേദനയൊക്കെ ഉണ്ടാവും അറിയാം. അറിഞ്ഞിട്ട് തന്നെയാണല്ലോ പറഞ്ഞത്. അത് വിഷയമല്ല, അത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടില്ല. നമ്മളിപ്പോൾ പോണത് ലെബോച്ചയിലേക്കാണ്. ഏകദേശം 5 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. പക്ഷെ നമ്മളുടെ പതുക്കനെ പോകുമ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂർ പിടിക്കും. അപ്പോൾ അവിടെയാണ് സ്റ്റേ. വി ആർ ടോട്ടലി
little down. So they are up. and we need to look this nature and everything. So we will go slowly. No It's issue. only 5 hours. യെസ് കപ്പലണ്ടി കുഴിച്ചു വെക്കള. പോകുന്ന വഴിക്ക് കണ്ടാണിത്, കണ്ടില്ലേ, ഒരു വീട്, പഴയ വീടാണിത്. കല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കണ വീട്. ഒരുപാട് വർഷം പഴക്കം ഉണ്ടാവും എന്തായാലും. പക്ഷെ അതിൻ്റെ പുറകിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിനേക്കാളും ഭംഗിയുള്ള മൗണ്ടൻസും കാണാൻ സാധിക്കും നമുക്ക്. അപ്പം എന്തായാലും നമുക്ക് യാത്ര എന്തായാലും മുന്നോട്ടേക്ക് തന്നെ പോവാം. എന്തായാലും ഈ യാത്രയിൽ, അതായത് ഡിംബോച്ചയിൽ നിന്ന് ലബൂച്ചയിലേക്കുള്ള ആ യാത്രയിൽ കാണുന്നത് നല്ല നല്ല മൗണ്ടൻസും എല്ലാം കവർ ചെയ്താണ് പോണത്. ഇത് ഷെർപ്പകളെ പോലെ, അതായത് ഏകദേശം ഷെർപ്പ ആളുകളാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ളത്. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ യാക്കിൻ്റെ അപ്പിയായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം. ഇനി ഏകദേശം 4 മണിക്കൂറോളം ട്രക്കിങ് ഇവിടെ നിന്ന് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുന്നോട്ടേക്ക് തന്നെ. അപ്പം ഞങ്ങൾ നടന്ന് ഇതേ കണ്ടില്ല, അറ്റത്ത് കാണുന്നതാണ് തുക്ല വില്ലേജിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ഇതുപോലെയുള്ള പാറക്കല്ലുകളാണ് മൊത്തം. അതിൻ്റെ ഇതേ കണ്ടില്ല, അരുവികൾ ഒഴുകണമുണ്ട്. നമുക്ക് അങ്ങോട്ട് ഏതായാലും പോവാം. അപ്പോൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടൊരു കയറ്റം കയറണം. അപ്പോൾ ആ വില്ലേജിലേക്ക് നേരെ എത്തുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വില്ലേജിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കുകയും ചെയ്യണത്. എന്തായാലും നമുക്ക് പാലം ക്രോസ് ചെയ്തിട്ട് തുക്ലയിലേക്ക് നമുക്ക് എത്താം. നമ്മൾ ഈ കയറ്റമൊക്കെ കയറി വന്നിട്ട് ഇതുപോലെ കുറേ സ്മാരകങ്ങൾ കാണാം. കാരണം എവറസ്റ്റ് കയറാൻ വേണ്ടി പോയവരും അതിൻ്റെ ഇടയിൽ വേറെ പീക്കുകളൊക്കെ കയറി ഇറങ്ങിയവരും ഒക്കെ ആയിട്ട് പലരും ഉണ്ടാവും. അപ്പോൾ ഈ മരണപ്പെട്ട ആളുകൾ ഇതുപോലെയുള്ള ഒരേ സ്മാരകങ്ങൾ സെറ്റ് ചെയ്തേക്കണതാണ് അവിടെ. അപ്പോൾ ഒരുപാടുണ്ട്, ചെറിയ കുട്ടികളടക്കം ആ ഭാഗത്ത് മരണപ്പെട്ട ചെറിയ കുട്ടികളുടെ അടക്കം സ്മാരകങ്ങൾ ഒത്തിരി കാണുന്നുണ്ട്. വേണ്ട ആ ഭാഗത്തൊക്കെ സ്മാരകങ്ങളാണ്. ഈ തുക്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരമൊക്കെ ആകെ ഒരു സുഖമില്ലായ്മയാണ് ഇവിടെ ഈ സ്മാരകങ്ങളെ കാണുമ്പോൾ. നമുക്ക് ഒന്നും മിണ്ടാൻ തന്നെ പറ്റില്ല. ആരും പരസ്പരം സത്യത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മിണ്ടിയിട്ടില്ല. എല്ലാവരും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അങ്ങോട്ട് പാസ് ചെയ്ത് പോയി. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ ഭാഗങ്ങളിലൊക്കെ ആളുകൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പല രീതിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം. തുക്ലയും കഴിഞ്ഞ് ആ വില്ലേജ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. ലബൂച്ച അല്ലേ? 1.5 കിലോമീറ്റർ യാത്ര, ഏകദേശം 1 hour, 1.25 മണിക്കൂർ. അപ്പം നമ്മൾ നടന്ന് ഏകദേശം ലബൂച്ചേൻ്റെ അടുത്തെത്തി കേട്ടോ. ലബൂച്ചേൻ്റെ അടുത്തെത്തി. അത്യാവശ്യം നല്ലൊരു ഡേ തന്നെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമുക്ക് ഡിംബോച്ചയിൽ നിന്ന് ലബൂച്ചയിലേക്കുള്ള ആ യാത്ര. എന്തായാലും കഷ്ടപ്പെട്ടിട്ടായാലും ഇവിടെ നന്നായിട്ട് എത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു വില്ലേജാണ്. നമുക്ക് ടീ ഹൗസൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എന്തായാലും ദേ കണ്ടില്ലേ, ലബൂച്ചെ 5030 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ എത്തിയിരിക്കണത്. ഇനി എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഇവിടെ നിന്ന് വെറും 6 മണിക്കൂർ യാത്ര ഉള്ളൂ. അതായത് 6 കിലോമീറ്റർ 6 മണിക്കൂർ യാത്ര ഉള്ളൂ നമുക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്താൻ. അപ്പോൾ നമ്മളുടെ ലബൂച്ചയിൽ നിന്ന് ഇനിയുള്ള യാത്ര എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കാണ് കേട്ടോ. അതായത്
ഗോരക്ഷേപ്പിലെത്തും. ഗോരക്ഷേപ്പിൽ നിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ്, അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇവിടെ നിന്ന് ലബൂച്ചേന്ന് 5030 മീറ്റർ ഹൈറ്റിലുള്ള ലബൂച്ചേന്ന് നമ്മൾ നേരെ ഗോരക്ഷേപ്പ് എത്തും. അവിടെ ലഗേജ് എല്ലാം വെച്ച് ഇന്ന് തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് നമ്മൾ കാണും. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഇനി നമ്മൾ നേരെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ പല രീതിക്കും ഉണ്ട്. തലവേദന അല്ലെങ്കിൽ ഛർദിൽ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ തരണം ചെയ്ത് മരുന്നുകളൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവരുടെ അസുഖങ്ങൾക്ക് ഒരു ഭേദം വരും. പിന്നെ അതുപോലെ നമ്മളുടെ രാജ് ഇതുവരെ എത്തിയിട്ടില്ല. അതായത് രാജിനൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അവൻ വേറൊരു നാംച കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് നിൽക്കണതാണ്. അപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ അവനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഏതായാലും മുന്നോട്ടേക്ക് തന്നെ പോവാം. ഇനി അങ്ങോട്ട് കൂടുതൽ മഞ്ഞുമലകൾ കണ്ടിട്ടുള്ളൊരു യാത്രയായിരിക്കും. മല കയറുക, ഒരു മല ഇറങ്ങുക. ഗോരക്ഷേപ്പ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ എത്രയൊക്കെ മല കയറി. 800 മീറ്ററും കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. മാപ്പിൽ എന്താ പറയുന്നത്? 800 മീറ്ററും കൂടിയാ? എനിക്ക് തോന്നില്ല കേട്ടോ. ഇവിടെ ഒന്നും വില്ലേജിൻ്റെ ഗോരക്ഷേപിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണില്ല. ഉള്ളൂ 830 മീറ്ററാ? നീണ്ട് നിവർന്ന് കിടക്കുക, ഒന്നും കാണുന്നില്ല. ഇപ്പോൾ മണ്ണിടിച്ചിലിപ്പോൾ കുറച്ച് മുമ്പ് ഉണ്ടായി. ചെറിയൊരു കല്ല് ഇളകിപ്പോയാൽ തന്നെ മൊത്തത്തിൽ പോവായിരിക്കും. നമ്മളിപ്പോൾ വന്ന വഴിയാണ് അങ്ങനെ. അത്ര മേലെ ടാസ്ക് തീർന്നില്ല, ഇനിയുണ്ട്. പക്ഷേ ഈ കല്ലൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇതും കൂടെയൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ. എങ്ങനെയുണ്ട് അനസ്? എങ്ങനെയുണ്ട്? മണ്ണിടിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. നല്ല ഹെവി വിൻഡ് ഉണ്ട്. തണുത്ത് കയറിയപ്പോൾ അവിടെ കംപ്ലീറ്റ് മണ്ണിടിച്ചില്ല. വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള റൂട്ടായതുകൊണ്ട് കിതക്കാണ്. കൈ പിടിച്ചുകൊണ്ടാക്കാൻ പറ്റില്ല. അമ്മത് അവിടുന്ന് സമയം ഒട്ടും വയ്യ. കയറുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സിപ്പ് ചെയ്ത് ഇങ്ങനെ കുടിച്ചു പോകണം. നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇന്ന് നന്നായിട്ട് നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ലക്ഷ്യം ഏകദേശം ഇന്നത്തെ ലക്ഷ്യം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ കാണുന്നതാണ്, കണ്ടില്ലേ? ആ കാണുന്നതാണ് നമ്മളുടെ ഗോരക്ഷേപ്പ്.
ഒരു ചെറിയ വില്ലേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഗോരക്ഷേപ്പ് കണ്ടില്ല, 5190 മീറ്റർ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. നമുക്ക് ഇവിടെയാണ് നമ്മൾ ലഗേജ് വെച്ചിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. വളരെ ചെറിയൊരു കുറച്ച് ടീ ഹൗസേ ഉള്ളൂ. എന്തായാലും നമ്മൾ ലഗേജ് വെച്ചിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ആ കാണുന്നതാണ് നമ്മളുടെ റൂം. എന്തായാലും നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ലഗേജ് എല്ലാം വെച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വേറെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോണത്. കാരണം അത്രയും ഭംഗി കൂടി വന്ന ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കണ്ട ഒരു മൗണ്ടനാണ് കേട്ടോ. ആ കാണുന്നതാണ് പൂമൊഴി. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് നുപ്സെ. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ, ഞങ്ങൾ നിൽക്കണതിൻ്റെ ഏറ്റവും ബാക്കിൽ കാണുന്നതാണ് ഈ ലബൂച്ചെ എന്ന് പറഞ്ഞ പീക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പീക്കുകൾ കാണാം, പക്ഷേ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗണ്ടൻസ് അല്ല. ഇത് പുതിയ വഴിയാണോ അതോ? അല്ല, ഇത് പഴയ വഴി തന്നെ. പക്ഷെ നമുക്ക് കുറച്ച് മുമ്പ് കുറച്ച് പ്രയാസം ഉണ്ടായി. പഴയ വഴി ഈ പറഞ്ഞ പോലെ മണ്ണിടിച്ച കാരണം ബ്ലോക്കായി കിടക്കണേ. കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കാലാപത്തർ കയറുന്ന ഇത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇറക്കമൊക്കെ കാലാപത്തർ എങ്ങനെ ഇരിക്കും. ഏകദേശം നമ്മളൊരു 5800 മീറ്റർ ഉയരത്തിലാണല്ലോ അല്ലേ ABC നിൽക്കുന്നത്. 5800. ഒരു 3 മാസത്തെ ഒരു ആഗ്രഹമായിരുന്നു. 3 മാസം മുമ്പ് പ്രിപ്പയർ ചെയ്താണ് ഇങ്ങനെ ഒരു ട്രക്കിങ്ങും എവറസ്റ്റ് കാണുക എന്നുള്ളതും. നമുക്ക് എന്തായാലും എവറസ്റ്റ് കയറാനൊന്നും കഴിയുന്നില്ല. അതിന് ആരോഗ്യം വേണം, സാമ്പത്തികം വേണം, എല്ലാം വേണം. തൽക്കാലം നമുക്ക് എവറസ്റ്റ് കാണുക. ABC വരെ എത്തുക എന്നുള്ളത്. എവറസ്റ്റ് ഏതാന്ന് മനസ്സിലായില്ലേ? എവറസ്റ്റ് ഇതിന്റെ ആ മലയുടെ ആ പുറയിൽ കാണുന്ന ചെറിയ കുറച്ചുകൂടെ മുന്നോട്ട് നല്ലതുപോലെ കാണാം. അനസിന്റെ കലാരൂപം ഇവിടെ പ്രകടമാവുകയാണ്. എല്ലാം കൂടെ ഇടിഞ്ഞൊളിഞ്ഞ് വീഴുമെന്നറിയില്ല. അപ്പം നമ്മൾ നടന്ന് ഇതേ കണ്ടില്ലേ, വീണ്ടും എവറസ്റ്റ് ഇവിടെ നിന്ന് വീണ്ടും കാണുന്നതാണ്. ആ കാണുന്ന ആ മലകൾക്കിടയിലുള്ള ആ ചെറിയ ആ പോർഷനാണ്, അതാണ് എവറസ്റ്റ്. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാലാപത്താറിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ കഴിയും. എന്തായാലും എവറസ്റ്റ് ഏതായാലും കണ്ടു. ഈ കാണുന്നതാണ് കുംഫു റീജിയനാണിത്. കുംഫു റീജിയനാണ് ഇത്. ഇതിൽ കൂടെയാണ് നമ്മൾ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ ഈ വഴിക്കാണ് പോകുന്നത്. കുറച്ച് ഭയങ്കര പ്രയാസമുള്ളതാണ്. ഇതാ കാണുന്ന സ്ഥലത്ത് ഒരു കുഴി പോലെയുണ്ട്. അവിടെ അതിൽ ലാഡറൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ വഴിയാണ് അവർ കയറിപ്പോകുന്നത്. ഇത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്ന വഴി തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ നിന്നുള്ളൂ. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം. ഈ വഴിയിൽ കാണാൻ അത്രയും മനോഹരമായിട്ടാണ് ഈ മൗണ്ടൻസ് എല്ലാം നിൽക്കുന്നത്. എല്ലാ മൗണ്ടൻസിനും പല പല പേരാണ് ഉള്ളത്.
അപ്പോൾ എന്തായാലും ഞങ്ങൾ പല ആളുകളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം. മഞ്ഞ് മൊത്തം ഇടിഞ്ഞു വീഴുന്നു. കാണുന്നുണ്ടാ? ഓ പൊന്നോ, അതെ എന്താണ് അവലാഞ്ചി? പൊന്നു, അതെന്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇടിഞ്ഞു വീഴുന്നത്? ഓ ശരി, ഡേഞ്ചറാണല്ലോ. നമ്മളതിന് താഴോട്ടാ പോകാനുള്ളത്. ഇനി ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ടോ? ഇടിയാൻ ചാൻസ് ഉണ്ടല്ലേ? അപ്പോൾ ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി. ഏകദേശം 5364 മീറ്റർ ഹൈറ്റിൽ ഞങ്ങൾ ഏതായാലും എത്തിയിരിക്കുകയാണ്. ആയില്ല, വലിയ പാഴായില്ല. നമ്മുടെ ഒരേ ശ്രമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ ഇവിടെ എത്തി. നമ്മൾ എത്തിച്ചു. ഞങ്ങളിവിടെ ആകെ പെട്ടുപോയിക്കണു. റൂട്ട് മാറിപ്പോയി. എന്താ ചെയ്യാ? മാപ്പ് നോക്കിയാ 6 മിനിറ്റ് 330 മീറ്റർ. പക്ഷെ ഇവിടെ ഒന്നും കയറാനുള്ളൊരു സൗകര്യം കിട്ടണില്ല. ഒരുപാട് നേരമായി ഈ കല്ലും കൂടെ അങ്ങനെ കയറി നടക്കൽ തുടങ്ങിയിട്ട്. പിന്നെ ക്ലൈമറ്റ് തണുത്ത് വരികയാണ്. വെയിലൊക്കെ പോയി തുടങ്ങിയിരുന്നു. റൂട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണി തന്നെ കിട്ടും. നമുക്ക് കയറാനുള്ളതാ ഇതിൻ്റെ മേലോട്ടാ. പോവാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അറ്റാതാ. അപ്പോൾ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എല്ലാം കണ്ട് തിരിച്ച് നമ്മളുടെ ഗോരക്ഷേപ്പിലുള്ള റൂമിലെത്തി. അപ്പോൾ എല്ലാവരും യോജിച്ച് ഒരു ഫ്ലാഗ് എടുത്തിട്ട് അത് അവിടെ പിൻ ചെയ്ത് വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് രാജ്യത്തിൻ്റെ ഫ്ലാഗ് അവർ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാഗും കൂടെ അവിടെ പിൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫ്ലാഗ് മാത്രമല്ല, ഒരു സ്റ്റിക്കറും, ഇതുപോലെയുള്ളൊരു സ്റ്റിക്കറും കൂടെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ. അങ്ങനെ പല ഫോട്ടോസ് അതിൽ കാണാം. ഡോർമയെല്ലാം പല ഏജൻസിയുടെയും അല്ലെങ്കിൽ ട്രക്കിംഗ് ടീമിൻ്റെയും ഒക്കെ ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മളുടെ ഒരു ഫോട്ടോയും കൂടെ. അപ്പോൾ എന്തായാലും അരുണ് ലാസ്റ്റ് പുരപ്പണിയിലാണ്. സംഭവം ഏകദേശം കഴിഞ്ഞു. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞാനും അനസും പെട്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാർജെല്ലാം തീർന്നു ഫോണിൽ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ റൂമിലുള്ള ആളുകൾ ഹെലികോപ്റ്ററൊക്കെ വിളിക്കാൻ വേണ്ടി ഒക്കെ നോക്കി. ഏറ്റവും അവസാനം എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാണ്. അപ്പോൾ ട്രയൽ എല്ലാവരും സൂക്ഷിക്കുക. ഉറപ്പില്ലാണ്ട് നമ്മൾ ഇതുപോലെയുള്ള ട്രയലിലേക്ക് കയറരുത്. അതുമാത്രമല്ല, മാപ്പ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോണത് നേരെ കാലാപത്താറിലേക്കാണ്. അതായത് ഗോരക്ഷേപ്പിൽ നിന്ന് നേരെ പോകുന്നത് കാലാപത്താറിലേക്കാണ്. അങ്ങോട്ട് ഉള്ള യാത്രയാണ് അടുത്തത്. അപ്പോൾ ഇതാണ് കാലാപത്താറ്. ആ കാണുന്നതാണ് മൗണ്ട് കുമാരി. ഇവിടെ അടുത്ത് വേറെ മൗണ്ടൻസും കാണാം. ഇത് ലുപ്സെ. അതിൻ്റെ തൊട്ടടുത്തുള്ളത് ഈ കാണുന്നത് മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റ് ഇവിടെ നിന്നാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ആ ഭാഗത്തുള്ളത് തംസഗു, സംതിങ് ലൈക്ക് ദാറ്റ്. ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കാലാപത്താറിൽ നിന്ന് നേരെ ഗോരക്ഷേപ്പ് തിരിച്ചെത്തി. ഇവിടെ നല്ല ഭംഗിയാണ്. വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുമുണ്ട്. കൂടെ
എന്തായാലും നമ്മൾ ഈ ഗോരക്ഷേപ്പിൽ നിന്ന് മൂവ് ചെയ്ത് നേരെ ലബൂച്ചയിൽ സ്റ്റേ ചെയ്യില്ല. അവിടെ നിന്ന് നേരെ പെരീച്ചക്കാണ് പോകുന്നത്. അത് വേറെ റൂട്ടാണ്, ഡിംബോച്ചെ വഴിക്കല്ല, പെരീച്ച വഴിക്കാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങണത്. എന്തായാലും ഇവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്, ഇതേ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇറക്കം ഇറങ്ങിയാണ് ഇനി പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 4 മണിക്കൂർ കയറാൻ വേണ്ടിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇനി 3 മണിക്കൂറൊക്കെ മതിയാവും. അപ്പോൾ ഞങ്ങൾ വിശേഷം പറഞ്ഞ് നടക്കണമായിരുന്നു. ഈ പറയുന്ന പോലെ ഞാനും മനസ്സും ഇന്നലെ പെട്ട ആ ഒരു ബുദ്ധിമുട്ടുകൾ എല്ലാം പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് നടന്നു, ഒരുപാട് സംസാരിച്ചു, എന്തൊക്കെ ചെയ്യണം, ഇനിയുള്ള പ്രിക്കോഷൻസ്, എന്തൊക്കെ പാഠം പഠിച്ചു ഈ യാത്രയിൽ നിന്ന് എന്നെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരേ യാത്രകളിലും അങ്ങനെയാണല്ലോ, പല പല പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കും ഒരേ യാത്രകൾ. അപ്പോൾ അതുപോലെ നമ്മൾ മുന്നോട്ട് കടന്നു. ഇവരെല്ലാം പാട്ടും പാടിയാണ് പിന്നെ നടക്കുന്നത്. കാരണം നമ്മൾ അത്രയും വലിയ ഒരു യാത്ര കഴിഞ്ഞ് ഏകദേശം എവറസ്റ്റ് ബേസ് ക്യാമ്പ് എല്ലാം കഴിഞ്ഞ് വന്നു. കണ്ടില്ലേ, മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഷെർപ്പകളും ഇതുപോലെ എന്താ പറയുക, ഗ്യാസ് ഊറ്റി, ഇത്രയും 4 ഗ്യാസ് ഊറ്റി ചുമന്നിട്ടാണ് പോണത്. അതിൽ ഗ്യാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ അത് ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അവരാണ് റിയൽ ഹീറോസ് ഈ ഹിമാലയത്തിലാണ്. എന്തായാലും പെരീച്ച വഴിക്കുള്ള യാത്രയിലാണ് നമ്മൾ പോകുന്നത്. പെരീച്ച വഴിക്ക് ഇതുപോലെയുള്ള ഒരു വൈറ്റ് സ്റ്റോൺസ് നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് കാണാൻ സാധിക്കും. കാരണം ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു റിവർ ഒഴുകി വന്ന് അങ്ങനെ ഇവിടെ സ്റ്റക്കായി, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് മെൽറ്റായി പോയി. അത് പിന്നെ ആ പാറക്കല്ലുകൾ അതുപോലെ തന്നെ കിടന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. എന്തായാലും നമ്മൾ പെരീച്ച ലക്ഷ്യമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തൊരു പ്രത്യേകതയുണ്ട്. ഈ വഴി ഡൈവേർട്ട് ചെയ്ത ഒരു ഡീവിയേഷൻ വരും. അതിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോല പാസ്, പിന്നെ ഗോക്കിയോ ലേക്ക്, അങ്ങോട്ടുള്ള വഴി വേറെയുണ്ട്. അപ്പോൾ നമ്മളാരും തന്നെ അങ്ങോട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ നേരെ ലുക്ല വഴിക്ക് ഫ്ലൈറ്റിന് അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് പെരീച്ച ലക്ഷ്യമാക്കി പോവാം. നമ്മൾ ചോല പാസും എന്തായാലും ഗോക്കിയോ ലേക്കും പിന്നീട് വരാം എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും ഈ കാണുന്നതാണ് ഡിംബോച്ചയിലേക്കുള്ള വഴി. അതാണ് നമ്മൾ ഇറങ്ങി വന്ന അവിടെ നിന്നാണ്. പക്ഷെ നമ്മൾ പോകുന്നത് ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത്. കണ്ട കല്ലുകൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഏരിയയിൽ ഫുള്ള് വൈറ്റ് പാറക്കല്ലുകളാണ് മൊത്തമുള്ളത്. അത് പെരീച്ച വരെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള ഒരു ടീ ഹൗസുകൾ കാണാം. എന്തായാലും നമ്മൾ അവസാനം ഇതൊരു പെരീച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അതായത് വേൾഡിൽ എൻ്റെ ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അത് പെരീച്ച തന്നെയാണ്. അത്രയും ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടത്തുകാരുടെ ആ സ്നേഹവും പെരുമാറ്റവും എല്ലാം നമ്മളെ വല്ലാണ്ട് അവിടെ പെരീച്ച ഇഷ്ടമാക്കി തന്നു. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, വിപരീത അഭിപ്രായം ഒന്നും തന്നെ ഈ പെരീച്ചയെക്കുറിച്ചില്ല. ഈ യാത്രയിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അത് ഇത് തന്നെയാണ്, പെരീച്ച. ഹായ്, നമ്മളെ ബെസ്റ്റ് ആൻറ്റി ഉണ്ട്. ഹായ് ആൻറ്റി. Hi. How are you? Okay, bye. See you. See you again. Okay. അപ്പോൾ നമ്മൾ പെരീച്ചയോടും വിട പറയുകയാണ്. എന്തായാലും നമ്മൾ പെരീച്ചയിൽ നിന്ന് നേരെ നാംചയിലേക്കാണ് പോകുന്നത്, നാംചെ ബസാറിലേക്ക്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രാജിനെ ഇതുവരെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല. രാജും ജംഷിയും എവിടെ പോയെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും പെരീച്ച 4266 മീറ്ററുള്ള പെരീച്ചയിൽ നിന്ന് നമ്മൾ നാംചയിലേക്ക് പോവുകയാണ്. നാംചയിൽ വെച്ച് രാജിനെയും ജംഷിനെയും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഒരു മുന്നോട്ട് പോയി കഴിഞ്ഞു. ഏറ്റവും ബാക്കിൽ ഞാനും അനസും തന്നെയാണ് ഉള്ളത്.
അപ്പോൾ ഞങ്ങൾ നടന്ന് സനാസ 3600 മീറ്റർ ഹൈറ്റിൽ എത്തിയേട്ടാ. താഴത്തേക്ക് ഇറങ്ങി എത്തി. അതിൻ്റെ മുമ്പിൽ കാണുന്നതേ കണ്ടില്ലേ, ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ ഗോക്കിയോ ലേക്കിലേക്കും ആ അപ്പുറത്തെ വഴി കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളെന്തായാലും നാംചെ ബസാറിൽ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് നമുക്ക് എത്താൻ കഴിഞ്ഞത്. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വേഗം ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ നാംചെ ബസാറിൽ നിന്ന് നമുക്ക് രാജിനെയും ജംഷിനെയും കിട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജംഷിക്ക് വയ്യായിക കൂടിയത് കൊണ്ട് അവർ പെരീച്ച വരെ വന്നിട്ട് തിരിച്ചു പോന്നു അവർ. അപ്പോൾ നമ്മൾ ഹിലാരി ബ്രിഡ്ജിൽ വീണ്ടും എത്തിയേക്കണാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം എന്തായാലും. അപ്പോൾ എല്ലാവരും കൺഫേമായിട്ട് ഡിസൈഡ് ചെയ്തു എല്ലാവർക്കും കൂടെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ലുക്ലേന്ന് നേരെ കാഠ്മണ്ഡു പോകാമെന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ ലുക്ലയിലേക്കാണ് കണ്ടില്ലേ 2 മണിക്കൂർ അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ലുക്ലയിലേക്ക് ഘട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ലുക്ലയിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് ലുക്ല, നമ്മളെടുത്ത റൂമാണ് ഇത്. അപ്പോൾ ഇവിടെ എത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി ഇവിടെ നിന്ന് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ആ ലുക്ലയിലുള്ള മാർക്കറ്റ് വഴിക്ക് അവിടെ തന്നെയാണ് നമ്മൾ റൂം എടുത്തത്. ഞങ്ങളെല്ലാവരും തന്നെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ലുക്ല എയർപോർട്ട്. ലുക്ല എയർപോർട്ട് ആകെ 350 മീറ്ററേ ഉള്ളൂ മാക്സിമം പോയാൽ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളേതായാലും ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഫായ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം. അതേ കണ്ടില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇത് ടെൻസിങ് ഹിലാരി എയർപോർട്ട് എന്നും കൂടെയാണ് കേട്ടോ ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും എയർപോർട്ട് കണ്ടിട്ടൊരു വലിയൊരു നമ്മളുടെ നാട്ടിലുള്ള ഒരു സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. ഇതൊരു എയർപോർട്ടായിട്ട് ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല കയറിയാൽ. ഇതുപോലെ നമ്മളപ്പോൾ എന്തായാലും ഒരു ദിവസം നമുക്ക് ചാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഫ്ലൈറ്റ് വരുന്ന സമയം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാറ്റിനനുസരിച്ചാണ് ഫ്ലൈറ്റ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. അതായത് കാറ്റുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും, മഞ്ഞ് വീഴ്ച ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. എന്തായാലും നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് നമ്മൾ ഉദ്ദേശിച്ചതിന് നേരത്തെ തന്നെ എത്തി എന്നുള്ളതാണ്. എന്തായാലും ഫ്ലൈറ്റ് വളരെ ചെറിയ ഫ്ലൈറ്റ്, ഒരു 14 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റാണിത്. ഈ ലുക്ല എയർപോർട്ടാണ് വേൾഡിലെ തന്നെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു എയർപോർട്ട്. അപ്പോൾ അതാണ് ഈ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത. ഒരു മല ചെത്തി ഉണ്ടാക്കിയ എയർപോർട്ടാണ് കേട്ടോ ഇത്. ഒരു മലയുടെ ഒരു ഭാഗം ചെത്തി ഉണ്ടാക്കിയ എയർപോർട്ടാണ് ഈ ലുക്ല എയർപോർട്ട്, അതായത് ടെൻസിങ് ഹിലാരി എയർപോർട്ട്. എന്തായാലും നമ്മൾ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിൽ ഇതേ ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറിയായി. എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.